ഹായ്, ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററുകളിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സിനിമ 3 ദിവസം കൊണ്ട് 117 കോടി 17 ലക്ഷമാണ് നേടിയെടുത്തത് എന്ന്. 2026 ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് വാഴ 2, മറ്റൊന്ന് ആട് 3, പിന്നെ മൾട്ടി സ്റ്റാർ ചിത്രം പാട്രിയറ്റ്, അതിനുശേഷം അതിരടി, മറ്റൊന്ന് മോഹിനിയാട്ടം. ഈ 5 സിനിമകളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 2026 ഇതുവരെയുള്ള സിനിമകൾ. ദൃശ്യം 3 ഇറങ്ങി 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യം 3 ഏതൊക്കെ സിനിമകളുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓരോ സിനിമകളുടെയും കളക്ഷൻ ആദ്യം പറഞ്ഞു തരാം. ഇതിൽ മോഹിനിയാട്ടം എന്ന സിനിമ 40 കോടി 4 ലക്ഷമാണ് ഇതുവരെ നേടിയിരിക്കുന്ന കളക്ഷൻ. ഇന്ത്യയിൽ നിന്നും 29 കോടി 54 ലക്ഷവും ഓവർസീസ് കളക്ഷനായിട്ട് 10 കോടി 50 ലക്ഷവുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 40 കോടി 4 ലക്ഷം രൂപ. 4ാം സ്ഥാനത്തുള്ള അതിരടി ഇപ്പോൾ 10 ദിവസം ആയിട്ടേ ഉള്ളൂ. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നേടിയിരിക്കുന്ന കളക്ഷൻ 57 കോടി 51 ലക്ഷമാണ്. ഇന്ത്യയിൽ നിന്നും 33 കോടി 76ഉം ഓവർസീസിൽ നിന്ന് 23 കോടി 75 ലക്ഷവുമാണ് സിനിമ നേടിയത്. 3ാം സ്ഥാനത്തുള്ള പാട്രിയറ്റ് ഇതുവരെ നേടിയ കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 36 കോടി 67 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 43 കോടി 25 ലക്ഷവുമാണ് നേടിയെടുത്തത്. മൊത്തം 79 കോടി 92 ലക്ഷം രൂപ. 2ാം സ്ഥാനത്തുള്ളത് ആട് 3 ആണ്. ഇതുവരെ നേടിയ കളക്ഷൻ, അതായത് ആട് 3യുടെ ഫൈനൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്നും 59 കോടി 11 ലക്ഷവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 61 കോടിയും സിനിമ നേടിയെടുത്തു. മൊത്തം സിനിമയ്ക്ക് വന്ന കളക്ഷൻ 120 കോടി 11 ലക്ഷമാണ്. 1ാം സ്ഥാനത്തുള്ള വാഴ 2 ഇതുവരെ നേടിയെടുത്ത കളക്ഷൻ 235 കോടി 26 ലക്ഷമാണ്. ഇന്ത്യയിൽ നിന്നും 149 കോടി 51 ലക്ഷവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് 85 കോടി 75 ലക്ഷവും നേടിയെടുത്തു. ഇപ്പോൾ ദൃശ്യം 3 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ദൃശ്യം 3യുടെ 3 ദിവസത്തെ കളക്ഷൻ 117 കോടി 17 ലക്ഷമാണ്. ഇന്ത്യയിൽ നിന്നും 47 കോടി 17 ലക്ഷവും വിദേശ മാർക്കറ്റിൽ നിന്നും മാത്രം 70 കോടിയും സിനിമ നേടിയെടുത്തു. അതായത് വെറും 3 ദിവസം കൊണ്ട് തന്നെ മോഹിനിയാട്ടം, അതിരടി, അതുപോലെ പാട്രിയറ്റ് ഈ 3 സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡ് ദൃശ്യം 3 മറികടന്നു. പിന്നെയുള്ള 2 സിനിമകൾ ആട് 3 അതുപോലെ വാഴ 2. ഇതിൽ ആട് 3 120 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. 3 ദിവസം കൊണ്ട് 117 കോടി 17 ലക്ഷം നേടിയ സിനിമ ഇന്നത്തെ പ്രീസെയിലോടുകൂടി ആട് 3യെയും മറികടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതായത് ഇപ്പോൾ സിനിമ 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമകളിൽ 2ാം സ്ഥാനത്താണ് വെറും 3 ദിവസം കൊണ്ട് എത്തി നിൽക്കുന്നത്. ഇന്നത്തോടുകൂടി സിനിമ 150 കോടിയും മറികടക്കുന്നതായിരിക്കും. ഇനി വാഴ 2 എന്ന സിനിമ മാത്രമാണ് ദൃശ്യം 3ക്ക് മുന്നിലുള്ളത്. അതും അടുത്തു തന്നെ ദൃശ്യം 3 മറികടക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ചാണ് ഇപ്പോൾ ദൃശ്യം 3 മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും മണിക്കൂറിൽ 20,000-അടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ എന്നുള്ളത് സിനിമയെ സംബന്ധിച്ച് ഇനിയും കളക്ഷൻ വളരെ ഗംഭീരമാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.